സുജന, യജ്ഞത്തിന്റെ ഒന്നാം റൗണ്ടിൽ ഒരു വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചു, വിജയിച്ചു. യജ്ഞത്തിന്റെ രണ്ടാം റൗണ്ടിൽ ഒരു സംഭവം മനസ്സിൽ ഓർമ്മിച്ചു. യജ്ഞത്തിന്റെ മൂന്നാം റൗണ്ടിൽ ഒരു സ്ഥലം മനസ്സിൽ ഓർമ്മിക്കുന്ന യജ്ഞത്തിന്റെ അവസാന റൗണ്ടിൽ സുജന എത്തി നിൽക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. സുജന മനസ്സിലോർത്ത സ്ഥലം ശ്രീ വി കെ ശ്രീരാമൻ താങ്കൾ അംഗീകരിക്കുന്നു? ഓൾ ദ ബെസ്റ്റ്. പ്ലീസ്. സുജന വിചാരിച്ച സ്ഥലം ഏഷ്യയിലെ ഒരു സ്ഥലം ആണ്. പാലക്കാട് ജില്ലയിലെ ഒരു സ്ഥലമാണ്. അല്ല. കാര്യം സുജന വിചാരിച്ച വ്യക്തിയും സംഭവവും എല്ലാം പാലക്കാടുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യയിലെ ഒരു സ്ഥലമാണോ? അല്ല. ഏഷ്യയിലേതാണ്, ഇന്ത്യയിലേതല്ല. സാർക്ക് രാജ്യങ്ങളിൽ ഒന്നിലാണോ ആ സ്ഥലം? ഇന്ത്യ, ശ്രീലങ്ക, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മാൽഡീവ്സ്, നേപ്പാൾ, ഭൂട്ടാൻ. ഇപ്പൊ അഫ്ഗാനിസ്ഥാനും മ്യാൻമാറും വേണമെങ്കിൽ ചേർക്കാം. അസോസിയേറ്റ് അല്ല. ആ സ്ഥലത്തിന്റെ പ്രധാന പ്രസക്തി രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നുമായി ബന്ധപ്പെട്ടാണോ? അല്ല. കുപ്രസിദ്ധമായ ഒരു സ്ഥലമാണ്. അല്ല. ഏതെങ്കിലും ഒരു വ്യക്തി ജനിച്ച സ്ഥലം അല്ലെങ്കിൽ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് പ്രശസ്തി നേടിയ സ്ഥലം എന്നതാണോ ആ സ്ഥലത്തിന്റെ പ്രധാന പ്രസക്തി? അല്ല. കായിക രംഗവുമായി ബന്ധപ്പെട്ടാണ്? ആണ്. ഒരു പ്രത്യേക കായിക ഇനവുമായി, ഒരു പ്രത്യേക കളിയുമായി ബന്ധപ്പെട്ടാണോ ആ സ്ഥലത്തിന്റെ പ്രസക്തി? അല്ല. ഇന്ന് നമ്മൾ ഈ ചിത്രീകരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ ആ സ്ഥലത്ത് യോഗേശ്വർ ദത്ത് ഉണ്ട്. അപ്പോ ഈ ചിത്രീകരണം നടക്കുന്ന ഈ നിമിഷത്തിൽ അവിടെ യോഗേശ്വർ ദത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരുപാട് ഭാരതീയർ അവിടെയുണ്ട്. വരുന്ന ദിവസങ്ങളിൽ ഭാരതത്തിൻ്റെ അഭിമാനവും പ്രതീക്ഷയും അവർ സംരക്ഷിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സുജന മനസ്സിൽ വിചാരിച്ചത് ഇൻഷിയോൺ ആണ്. ഇൻജിയോൺ സൗത്ത് കൊറിയയിലെ ഒരു മെട്രോപൊളിറ്റൻ നഗരമാണ് ഇൻജിയോൺ. 2014 ഏഷ്യൻ ഗെയിംസ് നടന്നത് ഇവിടെയാണ്. കൊറിയയിലെ ജനസംഖ്യയിൽ സിയോളിനും ബുസാനും ശേഷം 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ജനസംഖ്യയേറിയ നഗരം. സ്പോർട്സ് ആണ് സുജനയ്ക്ക് കിട്ടിയ വിഷയം ആണോ? സ്പോർട്സിൽ വലിയൊരു കമ്പമില്ല. പാലക്കാട് സ്പോർട്സുമായി ബന്ധപ്പെട്ട വലിയ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊന്നും കിട്ടിയില്ല. കുഴപ്പമില്ല. സോ നിമി പ്ലീസ്. കൺഗ്രാറ്റുലേഷൻസ്. ഒപ്പം മിർ റിയൽറ്റേഴ്സ് നൽകുന്ന ക്യാഷ് അവാർഡ് സ്വന്തമായി ലഭിക്കുന്നു. ചിന്തകളുടെ ചക്രവാളങ്ങളിൽ നക്ഷത്രങ്ങൾ ആരാണ്? എന്നോ മറഞ്ഞുപോയവരാണ്. അവരുടെ സ്മരണകളിൽ നമുക്കും ജ്വലിക്കാം, ഉദിക്കാം, പിന്നെ ഉയരുകയും ചെയ്യും.